Welcome to another session on the concept of staffing. Staffing is the process of hiring eligible candidates in the organization or a company for specific positions. In management, the meaning of staffing is an operation of recruiting the employees by evaluating their skills, knowledge, and then offering them specific job roles accordingly. It involves the process of filling the vacant positions of the right personnel at the right job and at the right time. The staffing is defined as staffing function pertains to the recruitment, selection, development, training and compensation of subordinate managers. അതായത് നിർദ്ദിഷ്ട സ്ഥാനങ്ങൾക്കായി ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ കമ്പനിയിലോ യോഗ്യതയുള്ളവരെ നിയമിക്കുന്നൊരു പ്രക്രിയയാണ് സ്റ്റാഫിംഗ്. മാനേജ്മെൻറ്റിൽ ജീവനക്കാരുടെ കഴിവുകൾ, അറിവ് എന്നിവ വിലയിരുത്തിക്കൊണ്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫിങ്ങിൻ്റെ അർത്ഥം. ശരിയായ ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ള സ്ഥാനം ശരിയായ ജോലിയിൽ ശരിയായ സമയത്ത് പൂരിപ്പിക്കുന്ന പ്രക്രിയ ഇതിൽ ഉൾപ്പെടുന്നു. Let us look into the functions of staffing. The first and the foremost function of staffing is to obtain qualified personnel for different job positions in the organization. ഓർഗനൈസേഷനിലെ വിവിധ ജോലികൾക്കായി യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ നേടുക എന്നതാണ് സ്റ്റാഫിങ്ങിൻ്റെ ആദ്യത്തെയും പ്രധാനവുമായ പ്രവർത്തനം. In staffing, the right person is recruited for the right jobs. Therefore, it leads to maximum productivity and higher performance. സ്റ്റാഫിങ്ങിൽ ശരിയായ ജോലിക്കായി ശരിയായ വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുന്നു. അതിനാൽ ഇത് പരമാവധി ഉൽപ്പാദനക്ഷമതയിലും ഉയർന്ന പെർഫോമൻസിലേക്കും നയിക്കുന്നു. Staffing helps in promoting the optimum utilization of human resource through various aspects. വിവിധ വശങ്ങളിലൂടെ ഹ്യൂമൻ റിസോഴ്സിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റാഫിംഗ് സഹായിക്കുന്നു. ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൽ ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ് ത്രൂ ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് റൈറ്റ് പേഴ്സൺ. ശരിയായ വ്യക്തിയെ നിയമിക്കുന്നതിലൂടെ തൊഴിലാളികളുടെ തൊഴിൽ സംതൃപ്തിയും മനോവീര്യവും വർദ്ധിക്കുന്നു. സ്റ്റാഫിംഗ് ഹെൽപ്സ് ടു എൻഷുർ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുവാൻ സ്റ്റാഫിംഗ് സഹായിക്കുന്നു. ഫൈനലി, സ്റ്റാഫിംഗ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ആൻഡ് ദ ഗ്രോത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ ത്രൂ ഡെവലപ്മെൻറ്റ് മാനേജേഴ്സ്. ഡെവലപ്മെൻറ്റ് മാനേജർമാരിലൂടെ സ്റ്റാഫിംഗ് ഓർഗനൈസേഷൻ്റെ തുടർച്ചയും വളർച്ചയും ഉറപ്പാക്കുന്നു. Let us look into the importance or significance of staffing. First one is human resource as an asset. People are the most valuable assets and the scarce resources of the organization. Competent people are needed for the different operations. Hence, it can be achieved through staffing. അതായത് ആളുകൾ ഏറ്റവും മൂല്യമുള്ള സ്വത്തുക്കളും ഓർഗനൈസേഷൻ്റെ സ്കേഴ്സ് റിസോഴ്സുമാണ്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് യോഗ്യതയുള്ള ആളുകളെ ആവശ്യമാണ്. അതിനാൽ ഇത് സ്റ്റാഫിങ്ങിലൂടെ നേടാം. സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഈസ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻവോൾവ്സ് ഹെവി കോസ്റ്റ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഹെൻസ് there should be proper manpower planning and human resource management. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് എന്നിവയ്ക്കായി കനത്ത ചെലവ് ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളത്. അതിനാൽ ശരിയായ മാൻപവർ പ്ലാനിങ്ങും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റും ഉണ്ടായിരിക്കണം. ദ തേർഡ് വൺ ഈസ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. വെൽ ട്രെയിൻഡ് സ്റ്റാഫ് works according to the plans and helps in the achievement of the organizational goals. They help in reducing the deviations in the performance. This helps the managers in controlling various organizational functions.
നന്നായി പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ പ്ലാനിങ്ങിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഓർഗനൈസേഷനിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പെർഫോമൻസിൽ വരുന്ന വ്യതിയാനങ്ങളെ കുറയ്ക്കുന്നത് ഇവ സഹായിക്കുന്നു. അതിനാൽ വിവിധ ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് മാനേജർമാരെ ഇത് സഹായിക്കുന്നു. The next importance is about support to other function. Staffing is a key to the efficient performance of other functions of the management. If an organization does not have competent personnel, it cannot perform planning, organization, and control functions properly. Hence, staffing supports other functions of the management. അതായത് മാനേജ്മെൻറ്റിൻ്റെ മറ്റു പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമമായ പ്രകടനത്തിനുള്ള താക്കോലാണ് സ്റ്റാഫിംഗ്. ഒരു ഓർഗനൈസേഷന് സമർത്ഥരായ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ അത് പ്ലാനിങ്ങിനും ഓർഗനൈസേഷനും അതുപോലെ തന്നെ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കും ശരിയായി നിർവഹിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ സ്റ്റാഫിംഗ് പിന്തുണയ്ക്കുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി എഫിഷ്യൻസി. Since staffing helps to place the right person with the right knowledge and at the right place and at the right time to perform the organization activities, and efficiency of the organization increases. ശരിയായ വ്യക്തിയെ ശരിയായ അറിവോടെ ശരിയായ സ്ഥലത്ത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ശരിയായ സമയത്ത് സ്റ്റാഫിംഗ് സഹായിക്കുന്നതിനാൽ ഓർഗനൈസേഷൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് ഈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. സ്റ്റാഫിംഗ് ഇൻക്രീസസ് job satisfaction and morale of the workers through adequate remuneration to each job what they performed. സ്റ്റാഫിങ്ങിൽ തൊഴിലാളികൾ നടത്തിയ ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിക്കും മതിയായ പ്രതിഫലത്തിൽ കൂടെ തൊഴിൽ സംതൃപ്തിയും മനോവീര്യവും വർദ്ധിപ്പിക്കുന്നു. The next importance about the forecasting correct staffs. Business activities are not disturbed or disrupted at any time due to the shortage of competent workers or excess of workers, because it forecasts the correct staff requirements for the present and for the long term. യോഗ്യതയുള്ള തൊഴിലാളികളുടെ ഷോർട്ടേജ് അല്ലെങ്കിൽ എക്സസ് കാരണം ബിസിനസ് പ്രവർത്തനങ്ങൾ ഒരു സമയത്തും തടസ്സമാവുകയില്ല. കാരണം സ്റ്റാഫിങ്ങിൽ ശരിയായ ഫോർകാസ്റ്റിംഗ് കറക്റ്റ് സ്റ്റാഫിന് വേണ്ടിയുള്ളത് നടക്കുന്നതിനാൽ. Next, let us look into the steps in the process of staffing. The first step is about manpower planning. It is concerned with forecasting manpower needs of the organization for various activities over a specified period of time. Manpower planning involves determination of both quantity and quality of manpower required. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഓർഗനൈസേഷൻ്റെ മാൻ പവർ ആവശ്യങ്ങൾ പ്രവചിക്കുന്നതിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാൻ പവർ പ്ലാനിങ്ങിൽ ആവശ്യമായ മാൻ പവറിൻ്റെ അളവും ഗുണനിലവാരവും നിർണ്ണയിക്കപ്പെടുന്നു. The second step is job analysis. It is a process of gathering and analyzing information about the content and the human requirements of jobs and also the context in which the jobs are performed. This process is used to determining the placement of jobs. ജോബ് അനാലിസിസിൽ ജോലിയുടെ ഉള്ളടക്കത്തെക്കുറിച്ചും ഓരോ ജോലിയിലുള്ള ഹ്യൂമൻ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ സന്ദർഭങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ജോബ്സിൻ്റെ പ്ലേസ്മെൻറ്റ് നിർണ്ണയിക്കുവാൻ ഈ പ്രോസസ്സ് സഹായകമാകുന്നു. ദ തേർഡ് സ്റ്റെപ്പ് ഈസ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. It is an activity that aims to bring the job seeker and the job giver in contact with one another. അതായത് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുകയും
ഓർഗനൈസേഷൻ്റെ ജോലികൾക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ തന്നെ തൊഴിലന്വേഷകനെയും തൊഴിലുടമയും പരസ്പരം ബന്ധപ്പെടാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രവർത്തനമാണിത്. The fourth step is selection. Selection is the process of eliminating the wrong ones. The purpose of the selection process is to determine whether a candidate is suitable for the employment in the organization or not. Therefore, the main aim of the process of selection is selecting the right candidates to fill various positions in the organization. Therefore, a well-planned selection procedure is of utmost importance. സെലക്ഷൻ എന്ന് പറയുന്നത് തെറ്റായവയെ ഒഴിവാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഉദ്ദേശം ഒരു കാൻഡിഡേറ്റ് ഓർഗനൈസേഷൻ്റെ ജോലിക്ക് അനുയോജ്യമാണോ എന്ന് നിർണ്ണയിക്കുക എന്നതാണ്. അതിനാൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ വിവിധ സ്ഥാനങ്ങൾ ഫില്ലാകുവാൻ ശരിയായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഒരു വെൽ പ്ലാൻഡ് സെലക്ഷൻ പ്രൊസീജിയറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. The next step is placement. Placement means putting the person on the job for which he is selected. It includes introducing the employee to his job. Proper placements of employees helps to reduce employee turnover, absenteeism and accidents. Placement എന്നാൽ വ്യക്തിയെ തിരഞ്ഞെടുത്ത ജോലിയിൽ ഉൾപ്പെടുത്തുക എന്നാണ്. ജീവനക്കാരനെ തൻ്റെ ജോലിയിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ജീവനക്കാരുടെ ശരിയായ പ്ലേസ്മെൻറ്റ്സ് പിരിഞ്ഞു പോകുന്നതും ഹാജരാകാതിരിക്കുന്നതും അപകടങ്ങൾ എന്നിവ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. The next step is orientation. Orientation or induction is the process of making new employees familiar with the organization, work environment, existing staff, and work rules. It is a usual practice that when a new employee joins the organization, he is properly introduced to his superior, subordinates, and colleagues. ഓർഗനൈസേഷൻ്റെ തൊഴിൽ അന്തരീക്ഷം, നിലവിലുള്ള സ്റ്റാഫ്, വർക്ക് റൂൾസ് എന്നിവയുമായി പുതിയ ജീവനക്കാരെ പരിചയപ്പെടുത്തുന്നതാണ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ. ഒരു പുതിയ ജീവനക്കാരൻ ഓർഗനൈസേഷനിൽ ചേരുമ്പോൾ അയാളുടെ സുപ്പീരിയേഴ്സിനെയും സബോർഡിനേറ്റ്സിനെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും ശരിയായി പരിചയപ്പെടുത്തുന്നത് പതിവാണ്. The next step is training. After selection of an employee, the important part of the program is to provide training to the new employee. It means to give information or skill through instructions or practicals. It is a device for increasing the knowledge and skills of the people for a specific job. ഒരു ജീവനക്കാരനെ തിരഞ്ഞെടുത്തതിന് ശേഷം പുതിയ ജീവനക്കാരന് പരിശീലനം നൽകുക എന്നത് പ്രധാനമാണ്. ഇൻസ്ട്രക്ഷൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽസോ ആയി ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സ്കിൽസ് നൽകുന്ന ഒരു പ്രവർത്തനമാണിത്. ഒരു നിർദ്ദിഷ്ട ജോലിക്കായി ആളുകളുടെ അറിവും സ്കിൽസും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ട്രെയിനിങ്. The next step is performance appraisal. Appraisal of employees is to determine how efficiently the subordinate is performing a job and also to know his aptitudes and other qualities necessary for performing the job assigned to him. അതായത് സബോർഡിനേറ്റ് ഒരു ജോലി എത്രത്തോളം കാര്യക്ഷമമായി നിർവഹിക്കുന്നു എന്ന് നിർണ്ണയിക്കുക. കൂടാതെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങളും മറ്റു ഗുണങ്ങളും അറിയുക എന്നവയാണ്
ജീവനക്കാരുടെ വിലയിരുത്തൽ. The next is compensation. The compensation of the employees is determined on the basis of job evaluation and performance appraisal. Remuneration forms an important monetary incentive for the employees. പെർഫോമൻസ് അപ്രൈസലിൻ്റെയും ജോബ് ഇവാലുവേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുടെ കോമ്പൻസേഷൻ നിർണ്ണയിക്കുന്നത്. വേതനം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ജീവനക്കാർക്ക് ഒരു പ്രധാന മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ആണ്, അതായത് പണമായുള്ളൊരു പ്രോത്സാഹനം. The next step is promotion and transfer. Promotion is said to be a non-monetary incentive in which the worker is shifted to a higher job demanding bigger responsibilities, as well as shifting the workers and transferring them to different work units and branches of the same organization. പ്രൊമോഷൻ എന്ന് പറയുന്നൊരു നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് ആണ്. അതിൽ തൊഴിലാളികളെ ഉയർന്ന ജോലിയിലേക്ക് മാറ്റുകയും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തൊഴിലാളികളെ ഒരു ഓർഗനൈസേഷൻ്റെ വിവിധ യൂണിറ്റുകളിലേക്കും ബ്രാഞ്ചുകളിലേക്കും മാറ്റുന്നു. നെക്സ്റ്റ് ലെക്ചേഴ്സ് ലുക്ക് ഇൻ ടു വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ്. Recruitment is a process of searching for prospective employees and stimulating them to apply for jobs in an organization. It is said to be an activity that aims to bring the job seeker, that is applicant, and the job giver, that is the employer, in contact with one another. It is a positive process. പ്രോസ്പെക്റ്റീവായുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷൻ്റെ ജോലികൾക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. ഇതിൽ തൊഴിലന്വേഷകനും തൊഴിലുടമയും പരസ്പരം ബന്ധപ്പെടാൻ ലക്ഷ്യമിടുന്ന ഒരു പ്രവർത്തനമാണിത്. ഇത് ഒരു നല്ല പ്രക്രിയയാണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എ കമ്പനി മേ യൂസ് ഇൻറ്റേർണൽ സോഴ്സ് ഓർ എക്സ്റ്റേണൽ സോഴ്സ് ഓർ ബോത്ത് ടു റിക്രൂട്ട് ദ കാൻഡിഡേറ്റ്സ്. Under internal sources of recruitment, the vacant positions are filled within the organization. The two important sources of internal recruitment are, one is transfer, the other one is promotion. Transfer involves shifting of the present employee from one job or department to another without a significant change in the responsibilities and status of the employee. The shortage of employees in one branch or department can be easily met through the transfer from one branch or department. It is a horizontal shifting of employees. For example, transfer of a clerk from one branch to another. അതായത് ജീവനക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങളും നിലയും കാര്യമായി മാറ്റമില്ലാതെ നിലവിലെ ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റൊന്നിലേക്ക് മാറ്റുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ബ്രാഞ്ചിലേക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഉള്ള ജീവനക്കാരുടെ കുറവ് ഒരു ബ്രാഞ്ചിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ട്രാൻസ്ഫർ വഴി എളുപ്പത്തിൽ പരിഹരിക്കാനാകുന്നു. ഇത് ഒരു ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണ്. ഉദാഹരണം, ഒരു ക്ലർക്കിനെ ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക. The other source of internal recruitment is promotion. Promotion involves shifting of an employee from the lower position to a higher position with a significant increase in the responsibilities, pay and the status. It is a vertical shifting of employees. It improves the loyalty, dedication and satisfaction level of the employees. For example, promotion of a clerk to an accounts officer. ഉത്തരവാദിത്തങ്ങൾ, ശമ്പളം, പദവി എന്നിവയിൽ ഗണ്യമായ വർധന ഉണ്ടായി ഒരു ജീവനക്കാരനെ താഴ്ന്ന സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് മാറ്റുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ജോലിക്കാരുടെ വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ വിശ്വസ്തത, അർപ്പണബോധം, സംതൃപ്തി എന്നിവ മെച്ചപ്പെടുത്തുന്നു. ഉദാഹരണം, ഒരു ക്ലർക്കിനെ
അക്കൗണ്ട്സ് ഓഫീസർ എന്ന നിലയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. The next is about the external sources of recruitment. Under external sources, the vacant job positions are filled outside the organization. The common methods of external sources of recruitment are direct recruitment. In this method, a notice is put up on the company's notice board specifying the details of the vacant positions. The job seekers assemble at the company's office on a specified date and selection is done on the spot. This method is used for filling casual vacancies of unskilled or semi-skilled jobs. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഒന്നാമത്തതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ടുള്ള നിയമനം. ഈ രീതിയിൽ ഒഴിഞ്ഞ ജോലികളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കി കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഇടുന്നു. തൊഴിലന്വേഷകർ നിർദ്ദിഷ്ട തീയതിയിൽ കമ്പനിയുടെ ഓഫീസിൽ ഒത്തുകൂടുകയും തിരഞ്ഞെടുക്കൽ സ്ഥലത്തു വച്ച് തന്നെ നടത്തുകയും ചെയ്യുന്നു. അൺസ്കിൽഡ് അല്ലെങ്കിൽ സെമി സ്കിൽഡ് ജോലികളുടെ ഒഴിവുകൾ നികത്താൻ ഈ രീതി ഉപയോഗിക്കുന്നു. The next external source is advertisements. An organization advertise the job openings in newspapers, media, company's bulletin, social networking sites such as Facebook, LinkedIn, Twitter, and also through job portals. പത്രം, മീഡിയ, കമ്പനിയുടെ ബുള്ളറ്റിൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, ജോബ് പോർട്ടലുകൾ മുതലായവയിൽ തൊഴിലവസരങ്ങൾ ഓർഗനൈസേഷൻ പരസ്യം ചെയ്യുന്നു. The third external source is through campus recruitment. The organization collaborates with the educational institutions and colleges to hire their students for the available job vacancies by conducting the recruitment process in the respective college campus. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും കോളേജുമായും ഓർഗനൈസേഷൻ സഹകരിച്ച് അവരുടെ വിദ്യാർത്ഥികളെ ലഭ്യമായ തൊഴിലൊഴിവുകളിലേക്ക് നിയമിക്കുന്നു. അതുപോലെ തന്നെ അതത് കോളേജ് ക്യാമ്പസുകളിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നു. The next external source is through employment exchange. The organization gets itself registered with the employment exchange, that is, a government affiliated agency who have the database of many prospective candidates. The candidates can register with such employment exchange in search of better job opportunities. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗവൺമെൻറ് അഫിലിയേറ്റ് ചെയ്ത ഏജൻസിയാണ്. അവർക്ക് നിരവധി പ്രോസ്പെക്റ്റീവ് ആയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡേറ്റാബേസ് ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായി ചേർന്ന് പ്രവർത്തിച്ച് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നു. The next external source is placement agencies and outsourcing consultancies. Some private consultancies are professionally working to recruit employees on behalf of the organization. The organization hires such consultants on a commission basis to acquire the desired human resource. ചില സ്വകാര്യ കൺസൾട്ടൻസികൾ ഓർഗനൈസേഷനു വേണ്ടി ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രൊഫഷണലുകളായി പ്രവർത്തിക്കുന്നു. ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ നേടുന്നതിന് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസേഷൻ അത്തരം കൺസൾട്ടൻസികളെ നിയമിക്കുന്നു. The next is e-recruitment. The organization uses the web-based software as a source of recruitment involving electronic screening of candidates, online skill test, online profile checks and interviews on video conferencing. അപേക്ഷകരുടെ ഇലക്ട്രോണിക് സ്ക്രീനിങ്, ഓൺലൈൻ സ്കിൽ ടെസ്റ്റുകൾ, ഓൺലൈൻ പ്രൊഫൈൽ പരിശോധനകൾ, വീഡിയോ കോൺഫറൻസിങ്ങിലെ അഭിമുഖങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നു. The next source is walk-in and write-ins. The organization, without any effort, get random applications when the job seekers submit their CV either by visiting the organization
or posting the letter with CV or mailing the CV on the company's email. ഓർഗനൈസേഷനുകൾ ഒരു എഫേർട്ടും എടുക്കാതെ തന്നെ ജോലി അന്വേഷിക്കുന്നവർ അവരുടെ CV ഓർഗനൈസേഷൻ സന്ദർശിക്കുമ്പോൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ CV കമ്പനിയിലേക്ക് പോസ്റ്റ് ചെയ്യുകയും കമ്പനിയുടെ ഇമെയിലിൽ CV സമർപ്പിക്കുകയും ചെയ്യുന്നു. The next source is labor contractors. The organization hires a contractor who provide casual workers temporarily, especially for a particular project, and such workers have no existence in the company's records. താൽക്കാലികമായി, പ്രത്യേകിച്ചും ഒരു പ്രത്യേക പ്രൊജക്റ്റിനായോ താൽക്കാലികമായി തൊഴിലാളികളെ നൽകുന്ന ഒരു കരാറുകാരനെ ഓർഗനൈസേഷൻ നിയമിക്കുന്നു. മാത്രമല്ല, അത്തരം തൊഴിലാളികൾ കമ്പനിയുടെ രേഖകളിൽ നിലനിൽപ്പില്ല. അവർ ഒരു പ്രത്യേക പ്രൊജക്റ്റിനായി താൽക്കാലികമായി ജോയിൻ ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് സോഴ്സ് ഈസ് വെബ് പബ്ലിഷിംഗ്. Certain websites specifically designed to provide information regarding the job seekers and the companies having vacancies. The websites can be visited by the companies as well as the job seekers. The common websites are naukri.com, monster.com, jobstreet.com, etc. തൊഴിൽ അന്വേഷിക്കുന്നവരെയും ഒഴിവുള്ള കമ്പനികളെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട്. കമ്പനികളും തൊഴിൽ അന്വേഷിക്കുന്നവരും ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു. പൊതുവായ വെബ്സൈറ്റുകൾ ഇവയാണ്: naukri.com, monster.com, jobstreet.com തുടങ്ങിയവ. The other alternatives to recruitment are from one, outsourcing, that is outsourcing or hiring from a third party who is specialized in recruitment services. The next one is employee overtime, that is especially during the peak time the employees are given overtime for the working extra. The next alternative is through temporary employees from employment agencies. Such temporary employees are hired from employment agencies for the peak timing. The another alternative to recruitment is through employee leasing. From the leasing companies, the organization leases the services for a fees.